മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് ഇതാ വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ വചനമയച്ച് കർത്താവ് ശക്തിപ്പെടുത്താനും അനുഗ്രഹിക്കുവാനുമായിട്ടാണ് കടന്നു വരുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ നിയോഗങ്ങൾ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ സഹിക്കാൻ പറ്റാതെ വേദനയുള്ളവരുണ്ട്. അവരോട് ഇന്ന് കർത്താവ് പറയുന്ന വചനം കേൾക്കണ്ടേ? പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്, കർത്താവിനെ ഭയപ്പെടുന്നവർ അവനെ കണ്ടെത്തുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല സ്നേഹിതനെ കണ്ടുമുട്ടിയാൽ അത് ജീവാമൃതമാണ്. ജീവൻ തരാൻ, അത് സമൃദ്ധമായി തരാമെന്ന യേശുവിനെ പോലെ നന്മകളിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നവരാണ് നല്ല സ്നേഹിതന്മാർ. അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ കൽപ്പന. അതാണ് കൽപ്പനയുടെ പൂർണ്ണതയും. പേനയ്ക്ക് സുഹൃത്തുക്കളില്ല, പെൻസിലിന് സുഹൃത്തുക്കളുണ്ട്. ആരാണ് പെൻസിലിന്റെ സുഹൃത്ത്? പെൻസിലിന്റെ പിന്നിലിരിക്കുന്ന റബ്ബർ. അതുകൊണ്ട് തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് മായ്ച്ചു കളയാം. ഇതുപോലെ തന്നെയാണ് നല്ല സ്നേഹിതർ നമ്മുടെ തെറ്റുകൾ തിരുത്തി തരാനും നന്മയിലേക്ക് വളർത്താനും അവർ നമ്മെ ഏറെ സഹായിക്കും. നമുക്കും സുഹൃത്തുക്കളില്ലേ? അവരെ കുറിച്ച് നമുക്ക് ഓർക്കാം, കേൾക്കുക. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പൗളി. ജെറുസലം പ്രെയർ ലൈൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മക്കളെ എന്നുള്ള വിളിയിലൂടെ നമ്മെ ആകർഷിക്കുന്ന ദൈവവചനത്താൽ പ്രതീക്ഷാ നിർഭരമായ ഒരു ദിവസത്തിൻ്റെ കാത്തിരിപ്പിനായി നമ്മെ ഒരുക്കുന്ന ഈ പരിപാടി എത്രയോ ജനഹൃദയങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നു എന്നത് നമുക്ക് അനുഭവവേദ്യമാണ്. പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഈ പരാജയങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ പ്രെയർ ലൈനിൽ പങ്കെടുക്കുന്നതിന് മുൻപ് നമ്മുടെ പ്ലാനുകളെല്ലാം ഒരു പേപ്പറിൽ എഴുതി, അല്ലെങ്കിൽ അതെല്ലാം നമ്മുടെ മൈൻഡിൽ സ്വരൂപിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഫലം ചെയ്യും. ഈ ഓരോ ദിവസത്തെ വചനവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വഴികാട്ടിയും വെളിച്ചവും അനുഭവവും ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരു നാളും ഭയപ്പെടരുത്, തളരരുത്, കരുത്താർജിക്കണം. നമ്മുടെ കൂടെ ഏറ്റവും നല്ല സ്നേഹിതനായിരിക്കുന്ന ഈശോ നമ്മുടെ കൂടെയുണ്ട്. മാലാഖമാർ നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധന്മാരും രക്തസാക്ഷികളും നമ്മുടെ കൂടെയുണ്ട്. മറക്കരുതേ, മനുഷ്യകരങ്ങളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവകരങ്ങളിൽ ആശ്രയം വയ്ക്കുന്നതല്ലേ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും ഈശോ വന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.